ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതം മനുഷ്യരാശി നേരിടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ആഗോളതാപനം പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ലോകത്താകമാനം ഒട്ടേറെ പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും നടന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഭൂമിക്ക് സാറ്റലൈറ്റ് കുട ചൂടാനുള്ള ആശയവുമായി മസ്ക് രംഗത്തെത്തുന്നത്. വൻതോതിൽ സോളാർ പവർ ഉപയോഗിക്കുന്ന AI നിയന്ത്രിത ഉപഗ്രഹ സമൂഹം സ്ഥാപിച്ചാൽ ഭൂമിയിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവ് നിയന്ത്രിച്ച് ആഗോളതാപനത്തെ തടയാനാകുമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്. നവംബർ 3-ന് എക്സിൽ കുറിച്ച പോസ്റ്റിലൂടെയായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഉപഗ്രഹ സമൂഹത്തിൽ ചെറിയൊരു ക്രമീകരണം നടത്തുന്നത് വഴി ഭൂമിയിൽ എന്തുമാത്രം സൗരോർജ്ജം എത്തുന്നു എന്നത് നിയന്ത്രിക്കാനാകുമെന്നും മസ്ക് വാദിക്കുന്നുണ്ട്. ഈ ഉപഗ്രഹങ്ങളിൽ റിഫ്ലക്റ്റീവ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശം സ്പേസിലേക്ക് തിരിച്ചയക്കും. AIയുടെ സഹായത്തോടെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്താമെന്നും മസ്ക് പറയുന്നുണ്ട്. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് പ്രൊജക്ടിന്റെ തുടർച്ചയാണോ ഈ ആശയമെന്ന സംശയങ്ങളും അതിനിടെ ഉയർന്നിട്ടുണ്ട്. സൗരവികിരണ നിയന്ത്രണം അഥവാ സോളാർ റേഡിയേഷൻ മാനേജ്മെന്റ് എന്ന ജിയോ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ശാസ്ത്രലോകം വർഷങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ സൾഫർ കണികകൾ തളിച്ചോ ബഹിരാകാശത്ത് ഭീമൻ കണ്ണാടികൾ വിന്യസിച്ചോ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക എന്നതാണ് ആശയം. സൂര്യന്റെ കിരണങ്ങളെ നിയന്ത്രിച്ച് ഭൂമിക്ക് തണുപ്പ് പകരുക എന്നതാണ് പദ്ധതി. എന്നാൽ ഇതുവരെ ഈ സാങ്കേതിക വിദ്യ ഒരു രാജ്യവും വലിയ തോതിൽ പരീക്ഷിച്ചിട്ടില്ല. അപകട സാധ്യതകൾ വളരെ കൂടുതലാണെന്നത് തന്നെയാണ് കാരണം. മസ്കിന്റെ പുതിയ നിർദ്ദേശം ഈ ജിയോ എഞ്ചിനീയറിംഗ് ആശയത്തിന്റെ AI നിയന്ത്രിത ബഹിരാകാശ പതിപ്പാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് കൂട്ടത്തിന് സമാനമായി ആയിരക്കണക്കിന് AI നിയന്ത്രിത സാറ്റലൈറ്റുകൾ ഭൂമിയുടെ ഓർബിറ്റിൽ വിന്യസിക്കണമെന്നാണ് മസ്ക് പറയുന്നത്.